നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിച്ചു. സുധാകരനെ എലവഞ്ചേരിയിലെ ശ്മശാനത്തിലും ലക്ഷ്മിയെ വാക്കൌട്ട് ശ്മശാനത്തിലുമാണ് സംസ്കരിച്ചത്. ഇരുവരെയും വീട്ടിലെത്തിച്ചപ്പോൾ നാടാകെ കണ്ണീർ വാർത്തു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ അവിടമാകം കണ്ണീർ കൊണ്ട് തളം കെട്ടി. ലക്ഷ്മിയും മകൻ സുധാകരനും വീടിന്റെ ഉമ്മറത്ത് ചലനമറ്റ് ഒരിക്കൽ കൂടി കിടന്നു. അച്ഛന്റെയും അച്ഛമ്മയുടെയും കിടപ്പ് കണ്ട മക്കൾ വിങ്ങിപ്പൊട്ടി. ആ കാഴ്ച കണ്ടവരുടെ കണ്ണുകളും ഈർന്നണിഞ്ഞു. കുടുംബത്തിന്റെ അത്താണിയായവർ ഒരുമിച്ച് മടങ്ങിയപ്പോൾ ആ വീട്ടിലാകെ ഇരുട്ട് നിറഞ്ഞു. മക്കളായ അഖിലയും അതുല്യയും അച്ഛനും അച്ഛമ്മയ്ക്കും അവസാന ചുംബനം നൽകി യാത്രയാക്കി. ഒരു കുടുംബത്തിലെ 2 പെൺമക്കളെ അനാഥമാക്കിയാണ് ചെന്താമര എന്ന ആ കൊടും നരാധമൻ ഒളിവിൽ പോയത്. ചെന്താമരയെ പോലീസ് പിടികൂടിയെങ്കിൽ മാത്രമേ ആ പെൺകുട്ടികളുടെ ഭീതി ഇനിയെങ്കിലും വിട്ടുമാറൂ. അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.